ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കവിയും അധ്യാപികയുമായ രഞ്ജു പി മാത്യു ആണ്. രഞ്ജു, യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശം വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഇപ്പോഴിതാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കണം എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം, ഈ പരാമർശം വളരെ ഒരു സ്ത്രീകളെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇതുപോലെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു നേതാവാണ് അദ്ദേഹം, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കാണിക്കേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇർഷാദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല അല്ലാതെയൊക്കെ തന്നെ ഈ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ നേതാക്കൾ ഇതുപോലുള്ള ആരോപണങ്ങളും അതേപോലെ തന്നെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് അവരെ മാനസികമായിട്ടൊക്കെ തളർത്തി കളയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിലൂടെ തളർത്തി കളയാം എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. അതെ അതെ. ഇപ്പൊ സ്ത്രീകൾ ശരിക്കും ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിൽ തളർന്നു പോവുകയല്ലാതെ പോരാടുക തന്നെ അല്ലേ ചെയ്യേണ്ടത്? സംസാരിക്കാം, പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറയുന്നത് യു പ്രതിഭ എന്നുള്ളതല്ല. തെറ്റാര് ചെയ്താലും അതിനൊരു വിശുദ്ധ തെറ്റും അവിശുദ്ധ തെറ്റുമില്ല. അവർ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവർക്കെതിരെ ഉണ്ടായ പരാമർശങ്ങളും കേട്ടിട്ടുണ്ട്. പറയുന്നത് പൊതുവെ എല്ലാ സ്ത്രീകളും, അതായത് മുഖ്യധാരയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന എല്ലാ സ്ത്രീകളും ഇന്നും പ്രബുദ്ധ കേരളമെന്ന് പറയുന്ന ഈ നമ്മുടെ നാട്ടിൽ ഇന്നും ഇങ്ങനെയുള്ള സംസ്കാരശൂന്യമായ ഇത്തരം ജീർണിച്ച വൈകല്യങ്ങളുള്ള മനസ്സുകളുടെ ഉടമകളായ മനുഷ്യരാൽ ഇങ്ങനെ അപവാദപ്പെടലുകളും അപകീർത്തിപ്പെടലുകളും ഒക്കെയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസം ഞാൻ ഇതിനകത്ത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പലപ്പോഴും പുരുഷന്മാരെ പറ്റിയും പറയുന്നുണ്ട്, സ്ത്രീകളെ പറ്റിയും പറയുന്നുണ്ട്. സ്ത്രീകളെ പറ്റി പറയുമ്പോൾ ശാരീരിക വർണ്ണനകൾ ഉൾപ്പെടെ മറ്റു പല പദപ്രയോഗങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം. പൊതുവായിട്ട് സ്ത്രീകളെ ഏറ്റവും അവഹേളിച്ചുപയോഗിക്കുന്ന, ഏറ്റവും വില കുറഞ്ഞ, ശരിക്കും ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ല. മനുഷ്യൻ എന്ന നിലയ്ക്ക് ആർക്കെതിരെ ഉണ്ടായാലും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ തികച്ചും ജീർണിച്ച മനോഭാവങ്ങളുടെ, സംസ്കാര ശൂന്യതകളുടെ അടയാളങ്ങളാണ്. അതൊരിക്കലും വെച്ചു പൊറിപ്പിക്കാവുന്ന ഒരു രീതിയല്ല. ഇപ്പോൾ യു പ്രതിഭയായാലും രഞ്ജു പി മാത്യു ആയാലും ആരായാലും അവിടെ ഉള്ളത് അവരുടെ, അല്ലെങ്കിൽ ഇപ്പോൾ അവരെ പറഞ്ഞതുകൊണ്ട് മാത്രം കേസെടുക്കാന്നുള്ളതല്ല. അതൊരു വീട്ടമ്മയാണെങ്കിൽ പോലും അവരുടെ വ്യക്തിത്വത്തെയാണ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടതും നിർത്തലാക്കേണ്ടതും. ശരിയായ രീതിയിലുള്ള ഒരു നിയമപരിരക്ഷ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഇത്തരം അപവാദ പ്രചരണങ്ങളെ, ഇത്തരം വ്യക്തിഹത്യകളെ നേരിടുന്നവർക്ക് എതിർത്ത് അവരെ സംരക്ഷിക്കുന്ന തരത്തിൽ ഉണ്ടാകാത്തിടത്തോളം കാലം ഇതിന്റെ പല വേർഷനുകളിൽ ഈ ഒരേ കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞിരിക്കുന്ന ആള് അതാണ് നമ്മൾ എടുത്തു നോക്കേണ്ടത്. ഒരു ബന്ധപ്പെട്ട ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് നടത്തിയിരിക്കുന്നത്. ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും നമ്മളെ നാണം കെടുത്തുന്ന ഒരു വസ്തുത. അതെ, ഇവിടെ ശരിക്കും ഇവിടെ പലപ്പോഴും കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുണ്ടാകുന്ന ചില പരാജയ ഭീതികൾ, അല്ലെങ്കിൽ അവർക്ക് അവരെക്കാൾ മുന്നിലാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒതുക്കിക്കളയാമെന്ന് തോന്നുന്ന തരത്തിലുള്ള ആ രീതിയിൽ ഇങ്ങനെയുള്ള അപവാദങ്ങൾ കൊണ്ടൊരു സ്ത്രീയെ വീഴ്ത്താമെന്ന് ചിന്തിക്കുന്ന വികലമായ ചില ചിന്തകളാണ് ഇത്തരമുള്ള ഒരു കാര്യങ്ങൾ. സ്ത്രീകൾക്ക് പ്രവർത്തിക്കണ്ടേ? ജനസംഖ്യയുടെ എത്ര ശതമാനം സ്ത്രീകളാണ്? അല്ലെങ്കിൽ സ്ത്രീകൾ ഇല്ലാത്ത സമൂഹത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റുമുണ്ടോ? ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഏറ്റവും മാന്യമായും അന്തസ്സായും നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് വെള്ളയിട്ട് പുറത്തിറങ്ങി മാന്യമായി പ്രവർത്തിക്കാൻ പറ്റുന്നത്. അവരൊന്നടഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഇവരുടെ ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് മുഖ്യധാരയിൽ നിൽക്കുന്ന പുരുഷന്മാരായാലും എല്ലാവരുടെയും കാര്യം ഒരു പരിധി വരെ ഈ കുടുംബത്തിനകത്തെ സ്ത്രീകളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അവർ കൊടുക്കുന്ന ഒരർത്ഥത്തിൽ അവര് കൊടുക്കുന്ന പിന്തുണ, അല്ലെങ്കിൽ അവരുടെ ദയയാണ് ഇങ്ങനെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനൊക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലും. പക്ഷെ സ്ത്രീയോടുള്ള ഒരു മനോഭാവത്തിന് മുഖ്യധാരയിൽ നിൽക്കുന്ന പുരുഷന്മാരിൽ നിന്ന് പോലും ഇതാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഇനി താഴേക്കിടയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത, അല്ലെങ്കിൽ സംസ്കാരത്തിൽ അത്രമേൽ സമ്പന്നരല്ലാത്ത ആൾക്കാർക്കിടയിൽ നിന്ന് എന്തെല്ലാം പരാമർശങ്ങളാണ് ഉണ്ടാകുന്നത്? പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയുടെ ശാരീരിക വർണ്ണനയാണ് അവർ ശരീരം കൊണ്ട് നേടുക. പക്ഷെ അതിനോട് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ സ്ഥാപിക്കുമ്പോഴും ഇതിനു മുമ്പ് ഈ പ്രതിഭ നടത്തിയ പരാമർശത്തെ അതും നമ്മളെല്ലാവരും കേട്ടതാണ്. അവിടെയും ഇത് തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ജെൻഡർ എന്ന രീതിയിലല്ല, ഏത് മനുഷ്യന് നേരെയായാലും ഇത്തരം ഒരാളെ ഒതുക്കാനായിട്ട് ഇതുപോലെയുള്ള പദപ്രയോഗങ്ങളും
വ്യക്തിഹത്യ വരുത്തുന്ന രീതിയിൽ ഇങ്ങനെയുള്ള അപവാദങ്ങളും കൊണ്ട് ആരെയും നേരിടാനായിട്ട് ഇറങ്ങുക എന്നുള്ളത് സംസ്കാരത്തിന്റെ ഭാഗമല്ല. ശരിക്കും ഇതൊരു പെരുമാറ്റ വൈകല്യമാണ്. പെരുമാറ്റം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അതിന്റെ ബാലപാഠങ്ങൾ വീട്ടിലാണ്. അതുകൊണ്ട് ഇതൊരു പാരന്റിങ്ങിന്റെ പ്രശ്നം, നമ്മൾ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ വളർത്തുദോഷത്തിന്റെ പ്രശ്നം എന്നൊക്കെ തന്നെയാണ് ഇതിനെ പറയാനുള്ളത്. വളരെ വളരെ നന്ദിയുണ്ട് രഞ്ജു പി മാത്യു പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.